Hi, welcome to Lash Class. BA English തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് അഹാബ് കിയോയി കം ടു കിഗുണ്ടാസ് ഹോം? ഈ പ്ലേയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അഹാബ് കിയോയി എന്ന് പറയുന്നൊരു മുതലാളി കിഗുണ്ട എന്ന് പറയുന്ന ഒരാളുടെ കുടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തിനാണ് അയാൾ അങ്ങോട്ട് ചെന്നതെന്നാണ് ചോദിക്കുന്നത്. അഹാബ് കിയോയി കെയിം ടു കിഗുണ്ടാസ് ഹോം ടു ഏർജ് ഹിം ആൻഡ് ഹിസ് വൈഫ് ടു കൺവേർട്ട് ദ ട്രഡീഷണൽ മാരേജ് ഇൻ ടു എ ക്രിസ്ത്യൻ വൺ. അപ്പോൾ അഹാബ് കിയോയി അവിടെ ചെന്നിരിക്കുന്നത് കിഗുണ്ടയും അവരുടെ വൈഫ് വങ്കേച്ചിയും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഗോത്രവർഗ്ഗക്കാരുടെ ആചാരങ്ങൾ അനുസരിച്ചിട്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയല്ല, നിങ്ങൾ പള്ളിയിൽ വന്നിട്ട് ക്രിസ്ത്യൻ രീതിയിൽ വിവാഹം കഴിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഹാബ് അങ്ങോട്ട് ചെന്നിരുന്നത്. ദിസ് വാസ് പാർട്ട് ഓഫ് എ ലാർജർ സ്ട്രാറ്റജി ടു മാനിപ്പുലേറ്റ് കിഗുണ്ട ആൻഡ് ഇവൻച്വലി അക്വയർ ഹിസ് ലാൻഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻസെക്ടിസൈഡ് ഫാക്ടറി. അപ്പോൾ യഥാർത്ഥത്തിൽ അഹാബിൻ്റെ ഉദ്ദേശം ഇവരെ മതപരിവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കാനോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് കിഗുണ്ടയുടെ കയ്യിലുള്ള 1.5 ഏക്കർ സ്ഥലം അവരുടെ കീടനാശിനിയുടെ ഫാക്ടറിക്ക് വേണ്ടി തട്ടിയെടുക്കാനുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഹൂ ഈസ് ജോൺ മഹൂനി? ഇനി ജോൺ മഹൂനി എന്ന് പറയുന്ന ക്യാരക്ടർ ആരാന്ന് ചോദിക്കുന്നു. ജോൺ മഹൂനി ഈസ് എ സൺ ഓഫ് അഹാബ് കിയോയി ആൻഡ് ജെസബൽ. ജോൺ മഹൂനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ പ്ലേയിൽ സ്റ്റേജിൽ വരുന്നില്ല, പക്ഷെ ആളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അഹാബ് കിയോയി എന്ന് പറയുന്ന മുതലാളി ജെസബൽ അവരുടെ മകനാണ് ഈ ജോൺ മഹൂനി. ഹി കോൾസ് ഗത്തോനി ബട്ട് അൾട്ടിമേറ്റ്ലി അബാൻഡൻസ് ഹർ ആഫ്റ്റർ ഷീ ബിക്കംസ് പ്രഗ്നന്റ്. ഇനി ഇയാൾ കിഗുണ്ടയുടെ മകള് ഗത്തോനിയുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവളെ ഉപേക്ഷിച്ച് പോവുകയാണ് ഈ ജോൺ മഹൂനി ചെയ്യുന്നത്. വൈ ഡിഡ് കിഗുണ്ട ഗെറ്റ് ആംഗ്രി അറ്റ് ഗത്തോനി? ഇനി കിഗുണ്ട മകൾ ഗത്തോനിയോട് ദേഷ്യപ്പെട്ടത് എന്തിനാണ് ചോദിക്കുന്നത്. കിഗുണ്ട ബിക്കെയിം ആംഗ്രി അറ്റ് ഗത്തോനി ബിക്കോസ് ഷീ എംബ്രേസ്ഡ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ് ആൻഡ് ഡിഫൈഡ് ഹെർ പാരൻസ്. അപ്പോൾ കിഗുണ്ട ഈ ഗത്തോനിയോട് ദേഷ്യപ്പെടുന്നതിന് കാരണം ഒന്ന്, അവരുടെ ഒരു കൾച്ചറൊക്കെ മാറ്റിക്കൊണ്ട് വെസ്റ്റേൺ കൾച്ചറൽ ലൈഫ് സ്റ്റൈലിലേക്ക് മകൾ പോയി എന്നുള്ളതും, മറ്റൊന്ന് ഈ പാരൻസ് പറയുന്നത് അനുസരിക്കാതെ അവരെ ധിക്കരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ മകൾ എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. She revealed that her outfit was a gift from John and that she planned to accompany him to Mombasa without their consent. അപ്പോൾ അവിടെ പറയുന്നത് ഈ ഗത്തോനി അവളുടെ ബോയ് ഫ്രണ്ട് ജോൺ വാങ്ങിയ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അയാളുടെ കൂടെ മൊംബാസയിലേക്ക് കറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനെ ധിക്കരിച്ചിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാരൻസ് ദേഷ്യപ്പെടും. അപ്പോൾ ആ രീതിയിലാണ് കിഗുണ്ട ഗത്തോനിയോട് ദേഷ്യപ്പെടുന്നത്. ഐ വിൽ മാരി വെൻ ഐ വാണ്ട് വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഇനി ഈ പ്ലേ ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നാണ് ചോദിക്കുന്നത്. ഐ വിൽ മാരി വെൻ ഐ വാണ്ട് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഗിക്കുയു, ദ ലാംഗ്വേജ് ഓഫ് ദ കിക്കുയു പീപ്പിൾ ഓഫ് കെനിയ. കെനിയയിലെ കിക്കുയു എന്ന ട്രൈബിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഗിക്കുയു ഭാഷയിലാണ് ഈ പ്ലേ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ദി ഓതേഴ്സ്. പിന്നീട് ഇതിൻ്റെ ഓതേഴ്സ് തന്നെയാണ് ഈ പ്ലേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻ ടു കിഗുണ്ട അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ? ഇനി നമ്മുടെ നാടകത്തിൻ്റെ അവസാനം കിഗുണ്ടയ്ക്ക് എന്താണ് സംഭവിച്ചതായിട്ട് കാണിക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ കിഗുണ്ട ലോസസ് ഹിസ് ലാൻഡ് ആഫ്റ്റർ ഫെയിലിംഗ് ടു റീപേ എ ബാങ്ക് ലോൺ. കിഗുണ്ട വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ 1.5 ഏക്കർ സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അയാളുടെ സ്ഥലം നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണിക്കുന്നത്. ഹിസ് ഡോട്ടർ ബിക്കംസ് എ ബാർ മെയ്ഡ് ആൻഡ് ഹിസ് ഫാമിലി കൊളാപ്സസ്. മാത്രമല്ല വീട്ടുകാരെ ധിക്കരിച്ച് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്ന ആ മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. മകൾ ഇപ്പോൾ ഒരു ബാറിൽ മെയ്ഡായിട്ട് ജോലി ചെയ്യുകയാണ്. അയാളുടെ ഫാമിലി ആകെ തന്നെ തകർന്നു പോയ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഹി ടേൺസ് ടു ആൽക്കഹോൾ ഇൻ ഡിസ്പെയർ. ഇതുകൂടാതെ ഇയാൾ ഈ ഒരു വിഷമത്തിൽ മദ്യപാനത്തിലേക്ക് പോയതായിട്ടും നമ്മൾ കാണുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ദ പ്ലേ ഡിപ്പിക്ട് ദ ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് വെസ്റ്റേൺ മെറ്റീരിയലിസം? ഇനി പ്ലേക്കകത്ത് എങ്ങനെയാണ് ആഫ്രിക്കയിലെ ട്രഡീഷണൽ വാല്യൂസ്, അവരുടെ തദ്ദേശീയമായിട്ടുള്ള സംസ്കാരവും അതുപോലെ തന്നെ വെസ്റ്റേൺ മെറ്റീരിയൽസും ഈ യൂറോപ്യൻസിൻ്റെ കൾച്ചറും തമ്മിലൊരു കൺഫ്ലിക്റ്റ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ദ പ്ലേ പോർട്രേറ്റ്സ് എ ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് വെസ്റ്റേൺ മെറ്റീരിയലിസം ത്രൂ ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് ആൻഡ് സിംബോളിസം. അപ്പോൾ ഈ പ്ലേയിലെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ഇതിലെ സെറ്റിങ്സ്, പിന്നെ സിംബോളിസം എന്നീ ടെക്നിക്സിലൂടെയാണ് ഈ ഒരു ട്രഡീഷണൽ വാല്യൂസും വെസ്റ്റേൺ വാല്യൂസും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ഈ പ്ലേയിൽ കാണിക്കുന്നത്.
Kigunda and Wangechi represent traditional Gikuyu values shown in their simple lifestyle, cultural pride, and traditional marriage. കിഗുണ്ടയും വങ്കേച്ചിയും ഈ ഒരു ട്രഡീഷണൽ ഗിക്കുയു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. അതിന്റെ സിമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് സിമ്പിൾ ലൈഫ് സ്റ്റൈലാണുള്ളത്. അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കുണ്ട്. കൂടാതെ അവരുടെ കൾച്ചറിനകത്ത് അവരുടെ ഈ പാട്ട്, ഡാൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർക്ക് ഒരു പ്രൈഡ് ഉണ്ട്. കൂടാതെ അവരുടെ ആ ട്രഡീഷണൽ ഒരു രീതിയിലനുസരിച്ചതുകൊണ്ട് തന്നെയാണ് അവർ വിവാഹം കഴിച്ചിട്ടുള്ളതും അവരുടെ ഈ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ. ഇൻ കോൺട്രാസ്റ്റ്, the wealthy elites such as Kioi, Jezebel and their son John embody Western materialism. ഇനി ഇതിന് വിപരീതമായിട്ട് ഇവരുടെ മുതലാളിയായിട്ടുള്ള അഹാബി കിയോയി, ആളുടെ വൈഫ് ജെസബൽ, പിന്നെ അവരുടെ മകൻ ജോൺ മഹൂനി എന്നിവരൊക്കെ ഈ ഒരു വെസ്റ്റേൺ മെറ്റീരിയലിസത്തിന്റെ സിമ്പിൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദേ പ്രയോറിറ്റൈസ് സോഷ്യൽ അപ്പിയറൻസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് അംബീഷൻ. അവരെ സംബന്ധിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ സോഷ്യൽ അപ്പിയറൻസ്, അതായത് ഇങ്ങനെ വസ്ത്രധാരണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുക, അതുകൂടാതെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് അംബീഷൻ, പരമാവധി പണം സമ്പാദിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഗത്തോനീസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ വെസ്റ്റേണൈസ്ഡ് യങ് വുമൻ ഫർദർ സിംബലൈസസ് കൾച്ചറൽ ഇറോഷൻ. ഇനി കിഗുണ്ടയുടെയും വങ്കേച്ചിയുടെയും മകൾ ഗത്തോനി ഈ പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. അതായത് കെനിയയിലെ പുതിയ ജനറേഷനിലെ ആളുകൾ ഈ ഒരു ട്രഡീഷണൽ വാല്യൂസ് ഉപേക്ഷിച്ചുകൊണ്ട് വെസ്റ്റേൺ വാല്യൂസിലേക്ക് പോകുന്നതിൻ്റെ സിമ്പിളായിട്ട് നമുക്കത് കാണാം. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലാൻഡ് ഓൾസോ ഷോസ് കൾച്ചറൽ ക്ലാഷ്. ഇതുകൂടാതെ ഈ ഭൂമിയോടുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു കൾച്ചറൽ ക്ലാഷ് കാണിക്കുന്നുണ്ട്. കിഗുണ്ട കൺസിഡേഴ്സ് ലാൻഡ് സേക്രഡ് വൈൽ വെസ്റ്റേണൈസ്ഡ് ക്യാരക്ടേഴ്സ് ട്രീറ്റ് ഇറ്റ് ഓൺലി ആസ് എ റിസോഴ്സ്. കിഗുണ്ടയെ സംബന്ധിച്ചിട്ട് ഭൂമി എന്ന് പറയുന്നത്, കൃഷിഭൂമി എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായിട്ടുള്ള കാര്യമാണ്, സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു കാര്യമായിട്ടാണ് കിഗുണ്ട കണക്കാക്കുന്നത്. എന്നാൽ ഈ അഹാബി കിയോയിയെ പോലെയുള്ള, എൻഡിറ്റിക്കയെ പോലുള്ള ക്യാരക്ടേഴ്സ് അത് അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു റിസോഴ്സ് മാത്രമായിട്ടാണ് ഭൂമിയെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിലും ഈ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്യാരക്ടേഴ്സിലൂടെയും അതിലൂടെയുള്ള സിംബോളിസത്തിലൂടെയും എല്ലാമാണ് ഈ പ്ലേക്കകത്ത് ട്രഡീഷണൽ വാല്യൂസും വെസ്റ്റേൺ വാല്യൂസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്നത്. വൈ ഡിഡ് കിഗുണ്ട ഗെറ്റ് റെഡി ഫോർ ദ ചർച്ച് മാരേജ്? ഓക്കെ, അപ്പോൾ നമ്മുടെ മുതലാളി അഹാബി കിയോയി ആദ്യം വന്നിട്ട് ഇവരുടെ ട്രഡീഷണൽ കൾച്ചർ അനുസരിച്ചിട്ടുള്ള മാരേജ് ഒന്നും ശരിയല്ല, ചർച്ചിൽ പോയിട്ട് നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് കിഗുണ്ട എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് കിഗുണ്ട അതിനോട് യോജിക്കുന്നത്, സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ അഗ്രി ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. കിഗുണ്ട അഗ്രി ടു എ ചർച്ച് വെഡിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് വൈഫ് വങ്കേച്ചി. അപ്പോൾ കിഗുണ്ടയുടെ വൈഫ് വങ്കേച്ചി ഈ ഒരു മാരേജിന്റെ ഒരു യഥാർത്ഥ ഉദ്ദേശത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് കിഗുണ്ട അതിന് സമ്മതിക്കുന്നത്. ദേ ഹോപ്പ് ഇറ്റ് വുഡ് സെക്യൂർ എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ദർ ഡോട്ടർ ഗത്തോനി. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ മകള് ഗത്തോനിക്ക് ഒരു നല്ല ഭാവിയും ജീവിതവും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്ന രീതിയിലാണ്. The visit from Kiyoyi and Jezebel implied that a Christian marriage was necessary to gain acceptance into their wealthy and influential family. അപ്പോൾ ഇവരുടെ മകൾ ഗത്തോനിക്ക് ഈ മുതലാളിയുടെ മകൻ ജോണുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ ഇവരെ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആക്കിയിട്ട് അവർ തമ്മിൽ വിവാഹം നടത്താനായിരിക്കും. അതല്ലാതെ മുതലാളിക്ക് ഇപ്പോൾ ഇവരുടെ ഒരു റിലീജിയൻ മാറ്റേണ്ട ആവശ്യം എന്താണെന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ഇനീഷ്യൽ ആങ്കർ, കിഗുണ്ട സ്ലോലി ബിഗിൻസ് ടു സീ ദ ചർച്ച് സെറിമണി ആസ് എ വേ ടു റൈസ് ഇൻ സോഷ്യൽ സ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാളുടെ മകളും അതുപോലെ തന്നെ മുതലാളിയുടെ മകളും നമ്മൾ വിവാഹം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇത്തരത്തിൽ ഇവരുടെ മാരേജ് ചർച്ച് മാരേജ് ആക്കിക്കൊണ്ട് ഇവരുടെ റിലീജിയൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇയാൾ ഇതിന് സമ്മതിക്കുന്നത്. ദി അലൂർ ഓഫ് റെസ്പെക്റ്റബിലിറ്റി, പ്രോസ്പെരിറ്റി ആൻഡ് പോസിബിൾ മാരിറ്റൽ ടൈസ് ബിറ്റ്വീൻ ഗത്തോനി ആൻഡ് ജോൺ പെർസ്യൂട്ട്സ് ഹിം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മകളെ മുതലാളിയുടെ മകനുമായിട്ട് വിവാഹം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സൊസൈറ്റിക്കകത്ത് റെസ്പെക്ട് കിട്ടും, അതുപോലെ തന്നെ അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ഹിസ് ഡിസിഷൻ റിഫ്ലെക്ട്സ് ഹൗ സോഷ്യോ എക്കണോമിക് പ്രഷർ ക്യാൻ ഫോഴ്സ് ഇൻഡിവിജ്വൽസ് ടു കോംപ്രമൈസ് കൾച്ചറൽ ഒതന്റിസിറ്റി. അപ്പോൾ ഇയാളുടെ തീരുമാനത്തിൽ നമ്മൾ കാണുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രഷറുകൾ എങ്ങനെയാണ് ആളുകളെ അവരുടെ കൾച്ചർ ഉപേക്ഷിച്ചുകൊണ്ട് വേറെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനൊക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. കമന്റ് ഓൺ ദി നിയോ കൊളോണിയൽ ഇൻഫ്ലുവൻസസ് ഇൻ ദ പ്ലേ. ഇനി ഈ പ്ലേക്കകത്ത് നിയോ കൊളോണിയലിസം എന്നൊരു തീം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കുന്നു.
നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന്റെ പുതിയ രൂപമാണ്. കൊളോണിയലിസം നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പണ്ട് ബ്രിട്ടീഷ് കോളനികളായിരുന്നു, കെനിയയും അതുപോലെയായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിദേശ രാജ്യം വന്നിട്ട് ഒരു രാജ്യത്തെ ഇങ്ങനെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നതൊക്കെയാണ് കൊളോണിയലിസം നമുക്കറിയാം. ഇനി നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇങ്ങനെ നേരിട്ട് ഒരു രാജ്യത്തെ ഇങ്ങനെ ഭരിക്കാതെ സാമ്പത്തികമായിട്ടും മറ്റ് മാർഗങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന സംവിധാനത്തിനെയാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു തീം ഈ പ്ലേക്കകത്ത് എങ്ങനെയാണ് വരുന്നത് ചോദിക്കുന്നു. നിയോ കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഈസ് എ ഡോമിനന്റ് തീം ഇൻ ദ പ്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലേക്കകത്ത് പ്രധാനപ്പെട്ട ഒരു തീമാണത്. ഇറ്റ് ഷോസ് ഹൗ കെനിയാസ് ഇൻഡിപെൻഡൻസ് റിമെയിൻ സൂപ്പർഫിഷ്യൽ വൈൽ വെസ്റ്റേൺ കൺട്രോൾ പെർസിറ്റ്സ് ത്രൂ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ. അപ്പോൾ കെനിയയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ള ഒരു കാര്യമായി മാറുകയും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും യൂറോപ്യൻസിന്റെ തന്നെ ഒരു ഡോമിനേഷൻ ഉള്ളതായിട്ട് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. കിയോയി ആൻഡ് ഇന്ത്യത്തിക ദോ ആഫ്രിക്കൻ സെർവ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി ഈ പ്ലേയിലെ രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള മുതലാളിമാരായിട്ട് വരുന്ന അഹാബി കിയോയിയും അതുപോലെ തന്നെ ഇന്ത്യത്തിക്കയും അവര് ആഫ്രിക്കക്കാരാണെങ്കിലും അവര് യൂറോപ്യൻ കമ്പനികളുമായി ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആഫ്രിക്കയിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് അവർ യൂറോപ്യൻ കമ്പനികളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻസ് അവിടെ പോയെങ്കിലും ഈ ആഫ്രിക്കക്കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും പണ്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ പ്ലേക്കകത്ത് പറയുന്നു. കിഗുണ്ടാസ് ബാങ്ക് ലോൺ ആൻഡ് സബ്സിക്വന്റ് ലാൻഡ് ലോസ് സിംബലൈസ് ഫിനാൻഷ്യൽ കൊളോണൈസേഷൻ വേർ ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചേഴ്സ് റീപ്ലേസ് ഔട്ട്റൈറ്റ് ഒക്യുപ്പേഷൻ. ഇനി കിഗുണ്ട ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അയാളുടെ 1.5 ഏക്കർ സ്ഥലം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ ഒരു ഫിനാൻഷ്യൽ കൊളോണൈസേഷന്റെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. അതായത് പണ്ടത്തെ കൊളോണൈസേഷൻ ചെയ്തിരുന്നത് പോലെ ബലം പ്രയോഗിച്ച് ആളുകളുടെ സ്ഥലം തട്ടിയെടുക്കുന്നതല്ല ചെയ്യുന്നത്, മറിച്ച് ഇതുപോലെ തന്ത്രത്തിൽ ലോണുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പലിശയൊക്കെ അതിനകത്ത് ഏർപ്പെടുത്തിക്കൊണ്ടും മറ്റുമൊക്കെ ഇത്തരത്തിൽ ആളുകളുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് അവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ള കൊളോണൈസേഷനകത്തുള്ളതെന്ന് കാണിക്കുന്നു. അതാണ് ഈ ന്യൂ കൊളോണിസം എന്ന് പറയുന്നത്. ദെൻ ദ വർക്കിംഗ് ക്ലാസ് റെപ്രസെന്റഡ് ബൈ ഗിക്കാംബ കണ്ടിന്യൂസ് ടു ലേബർ ഇൻ കണ്ടീഷൻസ് ദാറ്റ് എൻറിച്ച് ഫോറിൻ ആൻഡ് എലൈറ്റ് ഇൻട്രസ്റ്റ്. ഇനി ഈ പ്ലേയിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ഗിക്കാംബയും ഈ ഒരു നിയോ കൊളോണിയൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അയാൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, ഒരുപാട് സമയം ജോലി ചെയ്യുന്നു, പക്ഷേ അയാൾക്ക് വളരെ ചെറിയൊരു കൂലി മാത്രമാണ് അതിന് ലഭിക്കുന്നത്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇങ്ങനെ ജോലി എടുത്തിട്ട് കൂലി കിട്ടാതിരുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഫാക്ടറിക്കകത്ത് ജോലി എടുക്കുന്ന സമയത്തുള്ള ഒരു സിറ്റുവേഷൻ തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന രീതിയിലാണ് ഗിക്കാംബ ഈ പ്ലേക്കകത്ത് പറയുന്നത്. ദ പ്ലേ മേക്സ് ക്ലിയർ ദാറ്റ് പൊളിറ്റിക്കൽ ഫ്രീഡം ഹാസ് നോട്ട് ഡിസ്മാൻഡിൽഡ് കൊളോണിയൽ സിസ്റ്റംസ്. അപ്പോൾ ഈ കെനിയയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ആ ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിച്ചിട്ടില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. റാദർ ദേ ഹാവ് അഡാപ്റ്റഡ് ത്രൂ ആഫ്രിക്കൻ കൊളാബറേറ്റേഴ്സ് പെർപെച്വേറ്റിംഗ് ഇനിക്വാലിറ്റി ആൻഡ് ഒപ്രഷൻ. അപ്പോൾ നേരിട്ട് യൂറോപ്യൻസ് വന്ന് അവിടെ ചൂഷണം ചെയ്യുന്നതിന് പകരം ഇതുപോലെ അഹാബിനെ പോലെയും ഇന്ത്യത്തിക്കയെ പോലെയുമുള്ള മുതലാളിമാരെ വെച്ച് ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെ ആ പഴയ യൂറോപ്യൻ കമ്പനികളുടെ ചൂഷണങ്ങളൊക്കെ ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് പ്ലേക്കകത്ത് അവതരിപ്പിക്കുന്നത്. സോ അത്തരത്തിലാണ് ഈ പ്ലേയിൽ നിയോ കൊളോണിയലിസം എന്നൊരു തീം അവതരിപ്പിക്കുന്നത്. മെൻഷൻ ദ ട്രഡീഷണൽ ഗിക്കുയു കസ്റ്റംസ് ദാറ്റ് ആർ ഹൈലൈറ്റഡ് ഇൻ ദ പ്ലേ. ഇനി ഈ പ്ലേക്കകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഗിക്കുയു ട്രഡീഷൻസ് എന്തൊക്കെയാണ്, അതായത് ഗിക്കുയു ട്രൈബിന്റെ ആചാരങ്ങളൊക്കെ ഈ പ്ലേക്കകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് ചോദിക്കുന്നത്. The play highlights several traditional Gikuyu customs as part of its broader defense of indigenous culture. അപ്പോൾ തദ്ദേശീയമായിട്ടുള്ള ആളുകളുടെ കൾച്ചർ മൂല്യമുള്ളത് തന്നെയാണ്, യൂറോപ്യൻസിന്റെ കൾച്ചർ മാത്രമല്ല നല്ലത് എന്നുള്ളൊരു തീം ഈ പ്ലേക്കകത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ഗിക്കുയു കൾച്ചറൊക്കെ പ്ലേക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കിഗുണ്ട ആൻഡ് വങ്കേച്ച് ട്രഡീഷണൽ മാരേജ് സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഗിക്കുയു കസ്റ്റംസ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് കിഗുണ്ടയും വങ്കേച്ചയും അവരുടെ ട്രഡീഷണൽ കസ്റ്റംസ് അനുസരിച്ചുകൊണ്ട് വിവാഹം നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് ഇതിന്റെ ഒരു സിംബലായിട്ട് വരുന്നു. ഇനി ഈ പ്ലേക്കകത്ത് ഇവരുടെ മകള് ഗത്തോനിയുടെ വിവാഹക്കാര്യം പറയുന്ന സമയത്ത് ഇവരുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് കോറസിന്റെ ഭാഗമായിട്ട് സ്റ്റേജിനകത്ത് ഇവരുടെ പഴയ ആ മാരേജിന്റെ പാട്ടും ഡാൻസൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്ലേക്കകത്ത് അത്തരം കസ്റ്റംസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഗിക്കാംബ റെമിനിസസ് അബൌട്ട് ദ സിത്താറോ ഓപ്പറ വിച്ച് വാസ് ബാൻഡ് അണ്ടർ കൊളോണിയൽ റൂൾ. ഇനി ഇവരുടെ ഒരു സിത്താറോ ഓപ്പറ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഒപ്പന എന്നൊക്കെ പറയുന്ന പോലെ വിവാഹത്തിന്റെ അനുബന്ധിച്ച് നടത്തുന്ന പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഇവരുടെ ഒരു ട്രഡീഷനാണ്. ഈ ഒരു കാര്യം ഈ കൊളോണിയൽ റൂളിന്റെ കാലഘട്ടത്തിൽ യൂറോപ്യൻസ് അവിടെ ബാൻ ചെയ്തിരുന്നു. അതിനെ കുറിച്ചിട്ടൊക്കെ ഗിക്കാംബ അവിടെ പറയുന്നുണ്ട്.
ദിസ് ട്രഡീഷണൽ ഗിക്കുയു വെഡിങ് പെർഫോമൻസ് കമ്പൈനിങ് സോങ്, ഡാൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ വെഡിങ് ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കസ്റ്റമാണ്. സോങ്സ് ആൻഡ് കമ്മ്യൂണൽ ഗ്യാതറിംഗ്സ് റിഫ്ലക്ട് ദി ഓറൽ ആൻഡ് പെർഫോമേറ്റീവ് റിച്ച്നെസ് ഓഫ് ഗിക്കുയു ഹെറിറ്റേജ്. അപ്പോൾ ഇത്തരത്തിൽ പാട്ടും ഡാൻസും അതുപോലെ തന്നെ കഥ പറയലും എല്ലാം ഉള്ള ഒരു റിച്ച് ആയിട്ടുള്ള കൾച്ചറാണ് ഇവർക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഈ പ്ലേക്കകത്തിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ലാൻഡ് ഓണർഷിപ്പ് ഈസ് ഓൾസോ ഡീപ്ലി കൾച്ചറൽ. ഇത് കൂടാതെ ഈ ലാൻഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഭൂമിയോടുള്ള ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഈ ഒരു കൾച്ചറിനെ ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. ലാൻഡ് ഈസ് നോട്ട് സീൻ മിയർലി ആസ് പ്രോപ്പർട്ടി ബട്ട് ആസ് ആൻസിസ്ട്രൽ കണക്ഷൻ ആൻഡ് എ സോഴ്സ് ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഇനി ഭൂമി എന്ന് പറയുന്നത് ഈ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അഭിമാനവും അതുകൂടാതെ തന്നെ അവരുടെ ഒരു പേഴ്സണൽ ഡിഗ്നിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. The play elevates these customs to assert that Gikuyu culture is complete and valuable in itself. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കൃഷിയും അതുപോലെ തന്നെ ഭൂമിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ പാട്ടും ഡാൻസും കഥ പറയലൊക്കെയുള്ള ഇവരുടെ കൾച്ചർ യൂറോപ്യൻസിനേക്കാളും ഒട്ടും മോശമല്ല. രണ്ട് കൾച്ചറും വ്യത്യസ്തമായിരിക്കാം എന്ന് കരുതി ഒന്ന് നല്ലതും ഒന്ന് മോശമൊന്നും പറയേണ്ടതില്ല എന്ന രീതിയിലാണ് ഈ പ്ലേക്കകത്ത് അവതരിപ്പിക്കുന്നത്. It changes the colonial and neo-colonial notion that civilization must come from the West. അതായത് ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ പുരോഗതി എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻസിന്റെ രീതികൾ കോപ്പി അടിക്കുന്നതാണ് എന്നുള്ള ഒരു ആശയത്തെ ഈ പ്ലേക്കകത്ത് എതിർക്കുന്നു. ഈ പ്ലേക്കകത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരുടെ സോങ്, ഡാൻസ്, അതുപോലെ തന്നെ ലാൻഡ് കണക്ഷൻ, പിന്നെ ഇവരുടെ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ ട്രഡീഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, discuss the use of language, symbolism and other theatrical techniques in the play I Will Marry When I Want. ഇനി പ്ലേക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, സിംബോളിസം, മറ്റ് തിയേറ്റർ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പ്ലേ എംപ്ലോയ്സ് ലാംഗ്വേജ്, സിംബോളിസം ആൻഡ് അതർ തിയേറ്ററിക്കൽ ടെക്നിക്സ് ടു ഫോർഗ്രൗണ്ട് ക്ലാസ് സ്ട്രഗിൾ, കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് നിയോ കൊളോണിയൽ ഓപ്പറേഷൻ. ഈ പ്ലേക്കകത്ത് ലാംഗ്വേജ്, സിംബോളിസം അതുപോലെ തന്നെ മറ്റ് ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ് സ്ട്രഗിൾ, അതായത് ഈ ഒരു തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൾച്ചറൽ ഐഡന്റിറ്റി, ഇവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിനെ കുറിച്ച് കാണിക്കുന്നതിനും പിന്നെ നിയോ കൊളോണിയൽ ഓപ്പറേഷൻ, അതായത് കെനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇപ്പോഴും ഈ യൂറോപ്യൻ കമ്പനികളൊക്കെ തന്നെയും അവിടെ ചൂഷണം തുടരുന്നതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ടെക്നിക്സ് ഈ പ്ലേക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദ പ്ലേ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഗിക്കുയു, ദ ലാംഗ്വേജ് ഓഫ് കെനിയാസ് ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ്. ഇനി പ്ലേ എഴുതിയത് തന്നെ ആദ്യം ഗിക്കുയു എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ്. കെനിയയിലെ ഒരു എത്നിക് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ട്രൈബിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഗിക്കുയു ഭാഷയിലാണ് ഈ പ്ലേ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് റീഇൻഫോഴ്സസ് ഇറ്റ്സ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ടു ഡീകോളനൈസേഷൻ. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്നതിന് പകരം ആ ഒരു ഭാഷയിൽ എഴുതി എന്നുള്ളത് തന്നെ ഈ പ്ലേക്കകത്ത് ഈ ലാംഗ്വേജിന്റെ ഒരു യൂസേജ് ആയിട്ട് നമുക്ക് കാണാം. അത് ഒരു ഡീകോളനൈസേഷന്റെ കമ്മിറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാം. ഈവൻ ഇൻ ട്രാൻസ്ലേഷൻ ദ ലാംഗ്വേജ് റിമൈൻസ് ആക്സസിബിൾ ഫോർ ദ വർക്കിംഗ് ക്ലാസ്. ഇനി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഈ പ്ലേ എഴുതിയിട്ടുള്ളത്. ഡയലോഗ് ഈസ് നാച്ചുറലിസ്റ്റിക് ആൻഡ് ഓഫ്റ്റൻ പൊളിറ്റിക്കലി ചാർജ്ഡ്. ഇനി വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഡയലോഗ് എല്ലാം വരുന്നത്. കൂടാതെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഡയലോഗ്സ് എല്ലാം ഈ പ്ലേക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ വോയിസ് ഓഫ് മാർജിനലൈസ്ഡ് കെനിയൻ വർക്കേഴ്സ്. അപ്പോൾ കെനിയയിലെ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളുടെ ഒരു ശബ്ദമെല്ലാം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഈ പ്ലേക്കകത്ത് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സിംബോളിസം ഓൾസോ പ്ലേസ് എ സെൻട്രൽ റോൾ. ഇതുകൂടാതെ സിംബോളിസവും ഈ പ്ലേക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. ദ ലാൻഡ് ടൈറ്റിൽ ഡീഡ് ഹ്യങ് പ്രൗഡ്ലി ഓൺ ദ വാൾ റെപ്രസെന്റ്സ് ആൻസസ്ട്രി, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഗ്നിറ്റി. ഇനി ഈ പ്ലേ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് കിഗൂണ്ടയുടെ 1.5 ഏക്കർ സ്ഥലത്തിന്റെ ഒരു ഡോക്യുമെന്റ്, ആധാരം ഫ്രെയിം ചെയ്തിട്ട് ചുമരിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇവരുടെ ഒരു ആൻസസ്ട്രിയുടെ പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കൾച്ചറിന്റെയും അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിന്റെയും ഡിഗ്നിറ്റിയുടെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ദെൻ റീപ്ലേസ്ഡ് ബൈ എ റിലീജിയസ് പ്ലക്കാർഡ് ഇൻ ആക്ട് 3. പിന്നീട് ഇയാൾ ഈ സ്ഥലം പണയപ്പെടുത്തി ലോൺ എടുക്കുകയും ഇയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് ഇരുന്ന സമയത്ത്, ആധാരം ഇരുന്ന സ്ഥലത്ത് ഒരു റിലീജിയസ് പ്ലക്കാർഡ് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദിസ് പേപ്പർ റിഫ്ലക്ട്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിജിനിയസ് വാല്യൂസ് ബൈ വെസ്റ്റേൺ നോംസ്. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൾച്ചർ വെസ്റ്റേൺ വാല്യൂസ് റീപ്ലേസ് ചെയ്യുന്നതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്കത് കണക്കാക്കാൻ സാധിക്കും. ദ പ്ലേ ഓൾസോ യൂട്ടിലൈസസ് സോങ് ആൻഡ് കോറൽ പാസേജസ് ടു നരേറ്റ്, റിഫ്ലക്ട് ആൻഡ് റെസിസ്റ്റ്. ഇതുകൂടാതെ ഈ പ്ലേക്കകത്ത് സോങ്ങും കോറസും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കിഗൂണ്ടയും വങ്കേച്ചിയും അതുപോലെ കിക്കാമ്പയും ഒക്കെ
പഴയ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ കോറസ് ആയിട്ട് ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ബാക്കിൽ പാട്ടും ഡാൻസുമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദീസ് ആർ ടൂൾസ് ഓഫ് കളക്റ്റീവ് മെമ്മറി ആൻഡ് ക്രിട്ടിക് റൂട്ടഡ് ഇൻ ആഫ്രിക്കൻ പെർഫോമൻസ് ട്രഡീഷൻസ്. അപ്പോൾ ഒരു കളക്റ്റീവ് മെമ്മറിയുടെയും ക്രിട്ടിക്കിന്റെയും ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇവർ പഴയ കാലത്തെ കുറിച്ചിട്ടും ആ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന രംഗങ്ങളിലാണ് ഇത്തരം ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ട്രഡീഷൻസിന്റെ ഒരു സിമ്പിൾസും നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. The characters often break the fourth wall and deliver monologues, especially Gikamba. മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നതാണ്. അതായത് ഈ ക്യാരക്ടേഴ്സ് ഓഡിയൻസിനോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഡയലോഗ്സ് പറയുന്നതിനെയാണ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ടെക്നിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗിക്കാമ്പ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇത്തരത്തിലുള്ള മോണോലോഗ്സ് ഒക്കെ പറയുന്നത്. ദീസ് സ്പീച്ചസ് ഇൻവൈറ്റ് ദി ഓഡിയൻസ് ഇൻ ടു പൊളിറ്റിക്കൽ റിഫ്ലക്ഷൻ റദർ ദാൻ പാസീവ് വ്യൂവിങ്. അപ്പോൾ ഓഡിയൻസിനോട് നേരിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഈ ഒരു ടെക്നിക്ക് പ്ലേക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ദസ് ലാംഗ്വേജ്, സിംബോളിസം ആൻഡ് അതർ തിയേറ്ററിക്കൽ ടെക്നിക്സ് പ്ലേ മേജർ റോൾ ഇൻ ദ പ്ലേ. അത്തരത്തിൽ ഈ പ്ലേയിൽ ലാംഗ്വേജ്, സിംബോളിസം അതുപോലെ തിയേറ്ററിക്കൽ ടെക്നിക്സിനൊക്കെ ഒരു വലിയ പങ്കുള്ളതായിട്ട് നമുക്ക് കാണാം. ദേ ഓൾ വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് എ പ്ലേ ദാറ്റ് ഡസ് നോട്ട് മെയർലി എന്റർടൈൻ ബട്ട് പ്രൊവോക്സ് തോട്ട്. അപ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ടല്ലാതെ ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്ലേ ആക്കി മാറ്റുന്നതിൽ ഈ ടെക്നിക്സിനൊക്കെ വലിയ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കാണുന്നു. I Will Marry When I Want transforms theatre into a revolutionary space, reclaiming African aesthetics and cultural pride. അത്തരത്തിൽ ആഫ്രിക്കൻ എസ്തെറ്റിക്സും ആഫ്രിക്കൻ കൾച്ചറും റീക്ലെയിം ചെയ്യുന്ന ഒരു റെവല്യൂഷണറി സ്പേസ് ആയിട്ട് ഈ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലേനെ മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പ്ലേ പോർട്രേ ദ കണ്ടിന്യൂഡ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ പവേഴ്സ് ആൻഡ് ദർ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇനി ഈ പ്ലേക്കകത്ത് കെനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ യൂറോപ്യൻസ് എക്കണോമിക് ആയിട്ടും കൾച്ചറലായിട്ടും അവിടെ ഡോമിനൻസ് നടത്തുന്നത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നു. നമ്മൾ നേരത്തെ നിയോ കൊളോണിയലിസം എന്ന പേരിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഐ വിൽ മാരി വെൻ ഐ വാണ്ട് പ്രസൻസ് എ ഷാർപ്പ് ക്രിട്ടിക് ഓഫ് നിയോ കൊളോണിയലിസം. അപ്പോൾ ഈ പ്ലേക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് നിയോ കൊളോണിയലിസം എന്നാണ് പറയുന്നത്. അതിനെ ക്രിട്ടിക് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. The play exposes how Western powers continue to dominate post-independence Kenya through economic control, cultural imperialism and local collaboration. അപ്പോൾ കെനിയയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അവിടുത്തെ ആഫ്രിക്കക്കാരായിട്ട് തന്നെയുള്ള ഈ ഒരു മുതലാളിമാരെ നമ്മുടെ അഹാബി ക്യൂയി അതുപോലെ എന്തെത്തിക്ക തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇപ്പോഴും അവർ ഈ യൂറോപ്യൻ കമ്പനികളുടെ എക്കണോമിക് കൺട്രോളും അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ഇമ്പീരിയൽസും എല്ലാം തുടരുന്നത് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. Though Kenya has achieved political independence, the play makes clear that power structures have merely shifted from white colonizers to African elites who now serve multinational interests. അപ്പോൾ കെനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്നുണ്ടെങ്കിലും പഴയ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പകരം ഇപ്പോൾ ആഫ്രിക്കക്കാരായിട്ട് തന്നെയുള്ള മുതലാളിമാർ, നമ്മൾ നേരത്തെ പറഞ്ഞ അഹാബി ക്യൂയി അതുപോലെ എന്തെത്തിക്ക തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൻ്റെ സിമ്പലാണ്. അത്തരം ക്യാരക്ടേഴ്സിലൂടെ ഇപ്പോഴും അവർ ഈ ഒരു യൂറോപ്യൻ കമ്പനികൾക്ക് വേണ്ടി തന്നെ അവരുടെ താല്പര്യങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. ഫിഗേഴ്സ് സച്ച് ആസ് അഹാബ് കിയോയി ആൻഡ് ഇക്കുവ എന്തെത്തിക്ക ആർ ഏജൻസ് ഓഫ് വെസ്റ്റേൺ കോർപ്പറേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സിമ്പിൾസ് ആയിട്ടാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ വരുന്നത്. They exploit the aspirations of workers like Kigunda and push them into debt and dispossession. അവർ ഈ കിഗുണ്ടയെയും അതുപോലെ തന്നെ കിക്കാമ്പയെയും പോലെയുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും അവരെ മുതലെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നത്. The play highlights economic mechanisms of control such as a bank loan Kigunda is persuaded to take. ഇനി സാമ്പത്തികമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് ലോൺ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നുണ്ട്. കിഗുണ്ട ഇതുപോലെ ലോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നു. This loan, backed by its land title, represents how financial systems continue colonial exploitation in new forms. അപ്പോൾ ഇയാൾ അങ്ങനെ ആ ഒരു ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് ലോൺ എടുക്കുകയും അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പണ്ടത്തെ കൊളോണൈസേഴ്സ് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഭൂമി തട്ടിയെടുക്കുന്നതിന് പകരം ഇതുപോലെ ആളുകളുടെ ദാരിദ്ര്യത്തെ മുതലെടുക്കുകയും അവരെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പലിശയൊക്കെ അതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് അടവ് തെറ്റുമ്പോൾ തന്നെ പിഴ പലിശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ കൊണ്ട് ഒരിക്കലും അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറ്റി തീർക്കുകയും ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഭൂമി തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. റിലീജിയൻ ഓൾസോ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ കൾച്ചറൽ ഡോമിനേഷൻ. ഇതുകൂടാതെ
റിലീജിയനും ഒരു കൾച്ചറൽ ഡൊമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി വിച്ച് വൺസ് ജസ്റ്റിഫൈഡ് കൊളോണിയൽ കോൺക്വസ്റ്റ് നൗ എനേബിൾസ് എ നിയോ കൊളോണിയൽ പവർ. അപ്പോൾ യൂറോപ്യൻസ് വന്നതിന്റെ ഭാഗമായിട്ട് അവിടേക്ക് വന്നിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ അവിടെ നിയോ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ പ്ലേക്കകത്ത് കാണുന്നു. ദി എലൈറ്റ് ലേബൽ കിഗുണ്ടാസ് ട്രഡീഷണൽ മാരേജ് ആർ സിൻഫുൾ ആൻഡ് പ്രസന്റ് ദ ചർച്ച് വെഡിങ് ആസ് എ മാർക്ക് ഓഫ് മോഡേണിറ്റി. അപ്പോൾ ഇവിടെ ഈ കിഗുണ്ടയുടെ ട്രഡീഷണൽ രീതിയിലുള്ള അവരുടെ ട്രൈബൽ കസ്റ്റം അനുസരിച്ചിട്ടുള്ള മാരേജ് ഒക്കെ സിൻഫുൾ ആണ്, പാപമാണ്, ശരിയായിട്ടുള്ള മാരേജ് ചർച്ചിൽ പോയാൽ നടത്താൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ഒക്കെ ഈ ക്യാരക്ടേഴ്സ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് ഈ ക്യാരക്ടേഴ്സ് അത് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ റിലീജിയൻസും നമുക്കറിയാം വാല്യൂബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ട്രഡീഷൻ ആയിട്ടുള്ള ഇവിടെ ട്രൈബൽ ആയിട്ടുള്ള റിലീജിയനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ വെസ്റ്റേണൈസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ റിലീജിയൻ മാത്രമാണ് നല്ലത്, ഈ ട്രൈബൽ റിലീജിയൻ എല്ലാം മോശமான രീതിയിൽ കാണിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. കൾച്ചറലി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇറോഡ്സ് ഇൻഡിജിനസ് ഐഡന്റിറ്റി. ഇനി സാംസ്കാരികമായിട്ട് ഇവരുടെ ആ ഒരു കൾച്ചർ എല്ലാം ഇറോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. Catholic adoption of Western fashion and behavior under John's influence illustrates how cultural imperialism operates through desire and imitation. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് കിഗൂണ്ടയുടെയും വങ്കേച്ചിയുടെയും മകളായിട്ടുള്ള ഗത്തോനി ഈ ജോണിന്റെ ഇൻഫ്ലുവൻസിലും മറ്റൊക്കെ പെട്ടുകൊണ്ട് ഈ ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു പുതിയ ജനറേഷൻ ഈ യൂറോപ്യൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൾച്ചർ ഇല്ലാതാവുകയും ചെയ്യുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. Through characters, plot and symbolism, the play unveils a post-colonial society still shackled by colonial ideologies and foreign interests. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ പ്ലോട്ട്, സിംബോളിസം, മറ്റ് ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റി, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ സൊസൈറ്റിക്കകത്ത് ഈ ഒരു കൊളോണിയൽ ഐഡിയോളജി, ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഡോമിനൻസ് ഉള്ളതായിട്ട് ഈ പ്ലേക്കകത്ത് കാണിക്കുന്നു. ഇറ്റ് അൾട്ടിമേറ്റ്ലി കോൾസ് ഫോർ അവേക്കനിങ് ആൻഡ് സോളിഡാരിറ്റി, ഇൻസിസ്റ്റിംഗ് ദാറ്റ് ട്രൂ ലിബറേഷൻ മസ്റ്റ് ബി എക്കണോമിക് ആൻഡ് കൾച്ചറൽ. അപ്പോൾ ഈ പ്ലേക്കകത്ത് പറഞ്ഞു വെക്കുന്നത് നിയോ കൊളോണിയലിസം എന്നുള്ള ആ ഒരു തീമിനെതിരായിട്ടൊരു ക്രിട്ടിക്കാണ്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ല, മറിച്ച് സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി അവർക്ക് ലഭിക്കേണ്ടതുണ്ടെന്ന രീതിയിലാണ് ഈ പ്ലേ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.